കൊടകര കുഴൽപ്പണ വിവാദത്തിൽ നിന്ന് തലനാരിഴയ്ക്കാണ് ബി ജെ പിയുടെ സമുന്നതരായ പല നേതാക്കളും രക്ഷപ്പെട്ടത്. 2021 ബി ജെ പിക്ക് ജില്ലാ കമ്മിറ്റി ഒന്നേ ഉള്ളൂ. സംസ്ഥാന തലത്തിൽ 14 ജില്ലാ കമ്മിറ്റിയും ഒരു സംസ്ഥാന കമ്മിറ്റിയും ഒക്കെയാണ് ബി ജെ പിക്ക് ഉണ്ടായിരുന്നത്. 2026 തെരഞ്ഞെടുപ്പിന് മുമ്പാണ് അവർ ജില്ലയെ തെക്കെന്നും വടക്കെന്നുമൊക്കെ വിഭജിച്ച് 3 ജില്ലാ കമ്മിറ്റിയൊക്കെ രൂപീകരിച്ചത്. അങ്ങനെ ജില്ലാ കമ്മിറ്റികൾ ഒത്തിരിയായപ്പോൾ ആളുകൾക്ക് പണത്തിനുള്ള ആവശ്യവും കൂടി കാണും. അതുകൊണ്ടാണ് തൃശ്ശൂർ സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ മുൻ ഓഫീസ് സെക്രട്ടറി പി അക്ഷയുടെ വെളിപ്പെടുത്തൽ നിർണായകമാകുന്നത്. തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ ഓഫീസിലേക്ക് 17 ചാക്കുകളിലായി 25 കോടി രൂപയുടെ കള്ളപ്പണം എത്തിയെന്നാണ് അക്ഷയുടെ വെളിപ്പെടുത്തൽ. 25 കോടി രൂപയുടെ കള്ളപ്പണം ഒരു പാർട്ടി ഓഫീസിലെത്തിയെങ്കിൽ, ബി ജെ പിയുടെ ഒരു കമ്മിറ്റി ഓഫീസിലെത്തിയെങ്കിൽ, കേരളമാകെ നോക്കുമ്പോൾ ഏകദേശം 28 എണ്ണം ഉറപ്പാണ്. ഒരു ജില്ലയിൽ 2 കമ്മിറ്റികൾ വെച്ച് കണക്ക് കൂട്ടിയാൽ ഈ 28 ഓഫീസിലേക്കും ഇതുപോലെ പണം എത്തിയിട്ടുണ്ടാകണം. ഈ പണം ആരാണ് വിനിയോഗിച്ചത്? ബി ജെ പിയുടെ കൊടിതോരണങ്ങളുടെ കണക്കുകൾ വരെ നമ്മൾ കണ്ടു. കേന്ദ്ര പാർട്ടി, അതായത് പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം സംസ്ഥാനത്ത് ഇലക്ഷൻ പ്രചരണത്തിന് വേണ്ടി നൽകിയ കൊടിതോരണങ്ങൾ പോലും പലചരക്കുകാരൻ്റെ അക്കൗണ്ടിലൂടെ വിറ്റഴിച്ച പ്രമുഖരാണ് ബി ജെ പി നേതാക്കൾ. സ്വന്തം പാർട്ടി പതാക സ്വന്തം പാർട്ടി അണികൾക്ക് വിലയ്ക്ക് വിറ്റ് പണമടിച്ച് വസൂലാക്കിയ ആളുകളാണ് കീശ വീർപ്പിച്ച നേതാക്കൾ. അവർ ഈ 25 കോടി രൂപയും മുക്കി. അക്ഷയ് കുമാർ കൃത്യം കണക്കാണ് പറയുന്നത്. വണ്ടി നമ്പർ സഹിതമാണ് അയാൾ വെളിപ്പെടുത്തുന്നത്. അയാൾ പറയുന്നു 4 നേതാക്കൾ, ഒരു കെ പി സുരേഷ് സംസ്ഥാന സംഘാടക സമിതിയുടെ സെക്രട്ടറിയാണ്, അതുപോലെ മുരളി കൊളങ്ങാട്, അതുപോലെ മുരളിയുടെ ഡ്രൈവർ രാജേഷ്, പിന്നീട് അവിടെ പ്രവർത്തനത്തിലെത്തിയ മറ്റ് നേതാക്കൾ, അതുപോലെ തന്നെ എസ് സുരേഷ് സംസ്ഥാന സെക്രട്ടറി പദവിയിലുള്ള ആളാണ്, അതുപോലെ കെ സുരേന്ദ്രൻ, പിന്നീട് അനൂപ് ആന്റണി, പിന്നെ ഷോൺ ജോർജ്, പ്രതീഷ് വിശ്വനാഥൻ, അതുപോലെ എല്ലാ ആരോപണങ്ങളും ശിരസ വഹിക്കേണ്ടി വരുന്ന രാജീവ് ചന്ദ്രശേഖർ. ഈ നേതാക്കൾക്കെതിരെയാണ് ഈ ഒളിയമ്പുകളല്ല പരസ്യമായുള്ള പ്രതികരണങ്ങൾ വന്നു ചേരുന്നത്. ഇവിടെ പാർട്ടിയുടെ ബി ജെ പിയുടെ നേതൃസ്ഥാനത്തിരിക്കുന്ന രാജീവ് ചന്ദ്രശേഖറും ഒരു കോക്കസ് ഗ്രൂപ്പും, കോർ കമ്മിറ്റിയല്ല ഒരു കോക്കസും, പ്രത്യേകിച്ച് അനൂപ് ആന്റണി, ഷോൺ ജോർജ്, ഈ പ്രതീഷ് വിശ്വനാഥൻ എന്ന് പറയുന്ന തീവ്ര സംഖ്യയായ വ്യക്തി, ഇവരൊക്കെ ചേർന്നാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. ശോഭാ സുരേന്ദ്രനൊക്കെ ഗെറ്റ് ഔട്ടായിട്ട് കുറേ കാലമായി. പി കെ കൃഷ്ണദാസ് പോയി, അതുപോലെ വി മുരളീധരനും കെ സുരേന്ദ്രനുമൊക്കെ ഔട്ടാണ്. കെ സുരേന്ദ്രൻ മറ്റു ചില കാര്യങ്ങളിൽ ഇടപെടുന്നുണ്ട് എന്നാണ് ആരോപണമെങ്കിലും കെ സുരേന്ദ്രനുമില്ല. ഈ 25 കോടി രൂപ എന്തിന് കൊണ്ടുവന്നു? ആരാണ് മുക്കിയത്? നേതാക്കൾ ഈ പണം എന്തിനു വേണ്ടി വിനിയോഗിച്ചു? ഇത് വലിയ ഒരു ചോദ്യചിഹ്നമാണ്. അക്കൗണ്ടിൽപ്പെടാത്ത പണം ബി ജെ പിക്ക് എവിടെ നിന്ന് ലഭിച്ചു? അതും ഒരു ചോദ്യമാണ്. സംസ്ഥാനം ഭരിക്കുന്ന വി ഡി സതീശൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന സംസ്ഥാന സർക്കാർ, UDF സർക്കാർ ഇക്കാര്യത്തിൽ ഏത് തരത്തിലുള്ള അന്വേഷണമാണ് പ്രഖ്യാപിക്കുന്നത് എന്നുകൂടി അറിയാനുള്ള ആകാംക്ഷയിലാണ് സംസ്ഥാനം. ബി ജെ പി ആണ് സംസ്ഥാനം ഭരിക്കുന്നതെന്ന ഒരു പേരുദോഷം വി ഡി സതീശനുണ്ട്. കാരണം വഖഫ് ബോർഡിൻ്റെ കാര്യത്തിലായാലും, പാഠപുസ്തകങ്ങൾ PM ശ്രീയുടെ കാര്യത്തിലായാലും, PMYC അതായത് വീടുകളുടെ കാര്യത്തിലായാലും, അതായത് ലൈഫ് മിഷൻ പോലെ സർക്കാർ നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ പദ്ധതിയുടെ കാര്യത്തിലായാലും ഒക്കെ തന്നെ ബി ജെ പിയുടെ നയങ്ങൾ അതേപടി ആവർത്തിക്കുകയും അതേപടി നടപ്പിലാക്കുകയും അതിന് ലീഗിനെ കൂടി, അവരുടെ കൂടി പിന്തുണ ഉറപ്പാക്കുകയും ചെയ്യുന്ന വി ഡി സതീശൻ്റെ നടപടികൾ ഒരു കോൺഗ്രസ് സർക്കാരിന് ചേരുന്നതല്ല എന്ന വിമർശനം ആദ്യം ഉന്നയിച്ചത് ICC ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാലാണ്. അപ്പോൾ ഈ ബി ജെ പിയുടെ കള്ളപ്പണ വിവാദം അല്ലെങ്കിൽ കള്ളപ്പണ ഇടപാട് ഏത് തരത്തിലുള്ള അന്വേഷണമാണ് നേരിടാൻ പോകുന്നത് എന്നത് ഒരു ചോദ്യചിഹ്നമാണ്. കേരളത്തിലെ ജനത, കേരളം ഉറ്റുനോക്കുന്നുണ്ട് ഈ കള്ളപ്പണ വിവാദം ഏത് തരത്തിലുള്ള അന്വേഷണത്തിലേക്ക് വഴിമാറിപ്പോകും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല മാത്രം വിചാരിച്ചാൽ കാര്യങ്ങൾ സുഗമമാവുകയില്ല എന്ന് കേരള ജനതയ്ക്ക് അറിയാം. ഇങ്ങനെ കോടിക്കണക്കിന് രൂപ ഇലക്ഷന് വേണ്ടി കൊണ്ടുവരികയും അത് കള്ളപ്പണമായിരിക്കുകയും അത് നേതാക്കൾ പല വണ്ടികളിലായി, തമിഴ്നാട് രജിസ്ട്രേഷനുള്ള വണ്ടിയിൽ ഒരു നേതാവ് വന്ന 2 ചാക്ക് കൊണ്ടുപോകുന്നു. പണമാണ്, അല്ല അവലോസുണ്ടല്ല കൊണ്ടുപോയത്, പണം കൊണ്ടുപോകുന്നു 2 ചാക്ക്. അടുത്ത ഇലക്ഷൻ്റെ റിസൾട്ട് വരുന്നതിന് തൊട്ട് തലേ ദിവസം അതുപോലെ കാറുകളിൽ ഈ രാജേഷ് എന്ന ഡ്രൈവർ വരുന്നു, കുറേ പണം കൊണ്ടുപോകുന്നു.
ഓഫീസിലേക്ക് ചാക്കുകെട്ടുകൾ എടുത്തു വെച്ചതും രാജേഷ് തന്നെയാണ്. ഈ അക്ഷയ് ഓഫീസ് സെക്രട്ടറി മാത്രമാണ്. അയാൾക്ക് ചാക്കുകളുടെ എണ്ണം അറിയാം, ചാക്കിനകത്ത് പണമാണെന്നും അറിയാം. നേതാക്കളുടെ സംഭാഷണത്തിൽ നിന്നൊക്കെ മനസ്സിലാക്കിയതാണ്. ഈ അക്ഷയ് പറയുന്നത് മുഖവിലക്കെടുത്ത് കൃത്യമായ ഒരു ഉന്നതതല അന്വേഷണത്തിന് സംസ്ഥാന സർക്കാർ തയ്യാറാവുകയാണെങ്കിൽ BJPയുടെ പല നേതാക്കളും ഈ കുഴൽപ്പണക്കേസിൽ, കള്ളപ്പണക്കേസിൽ പെടുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അപ്പോഴൊക്കെയും നമ്മൾ ചിന്തിക്കുന്നത് ഈ രാജീവ് ചന്ദ്രശേഖർ എവിടെയാണ്? പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനാണല്ലോ. അദ്ദേഹം എവിടെയാണ്? അദ്ദേഹം കുറച്ചു കാലം വിദേശത്തായിരുന്നു. കഴിഞ്ഞ ദിവസം തലസ്ഥാനത്ത് തിരിച്ചെത്തി ഒരു നല്ല കാര്യം ചെയ്തു. നിയമമണ്ഡലത്തിലും ഓണാഘോഷം വേണം, എല്ലാ വാർഡുകളിലും ഓണാഘോഷം വേണമെന്ന് അദ്ദേഹം കമ്മിറ്റി കൂടി തീരുമാനിച്ചിട്ടുണ്ട്. അതൊരു നല്ല കാര്യം. മറ്റൊരു കെട്ട കാര്യം നടന്നു. ഡൽഹിയിൽ പിള്ളേരെ പോലീസ് പട്ടിയെ തല്ലുന്നത് പോലെ തല്ലിച്ചതച്ചിട്ടും കോൺഗ്രസ് നേതാക്കൾ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച് നടത്തിയതിനാണ് സംസ്ഥാന BJP നേതൃത്വം പ്രതിഷേധിച്ചത്. പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് കോൺഗ്രസ്സുകാർ മാർച്ച് നടത്തിയതിന് രാജീവ് ചന്ദ്രശേഖറും അതുപോലെ ചില കൂട്ടുകാരും ചേർന്നിട്ട് തിരുവനന്തപുരത്ത് ഇന്ദിരാഭവനിലേക്ക് മാർച്ച് നടത്തി. അവസാനം പോലീസിന്റെ ജലപീരങ്കി കൊണ്ട് നനഞ്ഞു കുതിർന്ന് തിരികെ വീട്ടിൽ പോയി എന്നതാണ് വസ്തുത. KPCC ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തുക എന്ന് പറഞ്ഞാൽ അതുപോലെ വിഡ്ഢിത്തം വേറെ ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷികൾ ചെയ്യുമോ? രാജ്യമൊന്നാകെ ജന്തർ മന്ദറിലേക്ക് അവരുടെ വികാരത്തിന്റെ കണ്ണിന്റെ മൂർച്ച, കാഴ്ചപ്പാടിന്റെ മൂർച്ച അർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൗനം വെടിയണമെന്നും വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ നടപ്പിലാക്കി കൊടുക്കണമെന്നും ആവശ്യപ്പെട്ട് അത് പ്രധാനമന്ത്രി ഇക്കാര്യത്തിൽ എന്തെങ്കിലും അനുകൂല സമീപനം സ്വീകരിക്കുമോ എന്ന കണ്ണും കാതും കുറിപ്പിച്ച് കാത്തിരിക്കുമ്പോൾ സംസ്ഥാന BJP നേതൃത്വം 25 കോടി രൂപയുടെ കള്ളപ്പണം വെളുപ്പിക്കാനുള്ള നെട്ടോട്ടം ഓടുകയാണെന്ന് ഓഫീസ് സെക്രട്ടറിയായിരുന്ന P. അക്ഷയ് വെളിപ്പെടുത്തുകയും അതിൽ കുറ്റാരോപിതരായ നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ തിരുവനന്തപുരത്ത് KPCC ആസ്ഥാനത്തേക്ക് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ മാർച്ച് നടത്തുകയും ചെയ്ത ഇളുഭ്യത, വിഡ്ഢിത്തം സംസ്ഥാന രാഷ്ട്രീയ ചരിത്രത്തിൽ മറ്റൊരു പാർട്ടിക്കും അവകാശപ്പെടാൻ ഉണ്ടാവുകയില്ല. അത് BJPക്ക് സ്വന്തമാണ്. BJPക്കാരുടെ കപടമുഖവും പൊയ്മുഖവും അഴിഞ്ഞു വീഴുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് രാജ്യമെങ്ങും നിലനിൽക്കുന്നത്. അത് കേരളത്തിൽ വളരെ വേഗം നടപ്പിലാക്കാൻ കേരളത്തിലെ BJP നേതാക്കൾ പരിശ്രമിക്കുന്നുണ്ട് എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല.